ഹരിയോം. ഹരിയോം സ്വാമി, തുടങ്ങാം. പറയാം. അപ്പോൾ ദ പോസിബിലിറ്റി ഓഫ് സ്ട്രക്ചറൽ അനാലിസിസ് ഇൻസൈഡ് ദ വേൾഡ് ഓഫ് ഡിസ്കോഴ്സ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത ലൈൻ വരുന്നത് അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന അവന്റെ ചിന്താപ്രവാഹം, അവന് കോൺഷ്യസ് ആണെങ്കിൽ, അവെയർ ആണെങ്കിൽ, ആ കോൺഷ്യസ് മൈൻഡും കൊണ്ട് അവൻ എന്തൊക്കെയോ ചിന്തിക്കുന്നത്, ആ ഒരു ഇതാണോ ഡിസ്കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആന്തരിക യാത്ര അല്ലേ? ആന്തരിക യാത്ര, അല്ലെങ്കിൽ ഗുരുജി പറയില്ലേ, ഗുരുജിയുടെ ഭാഷണം, ആന്തരിക ഭാഷണം. ഇന്നർ നോട്ട് ലൗഡ് ടോക്കിംഗ് ബട്ട് സൈലന്റ് sort of talking. അല്ലേ? ആത്മഭാഷണങ്ങൾക്കുള്ള ഒരു സംഭവം അല്ലേ? ഗുരുജിയുടെ ആത്മഭാഷണങ്ങൾക്കുള്ള ഒരു യാത്ര. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ആത്മഭാഷണം പോലെ അല്ലേ? അകത്ത്. അപ്പോ അങ്ങനൊരു ഇന്റേണൽ തിങ്കിങ് ഓരോ വ്യക്തി അറ്റ് കോൺഷ്യസ്നെസ് ലെവൽ ഉണ്ടാവുമ്പം പിന്നെ ആ ഒരു തലം ഉണ്ടാവുമ്പം സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ട് എന്ന് പറയുമ്പം അവിടെ ആ കോൺഷ്യസ്നെസ് ലെവൽ ആ തരം എടുക്കുമ്പം അതിനകത്ത് ഒരു വസ്തുത ഉണ്ട്. നമ്മൾ ആ തലത്തിൽ നിൽക്കുമ്പം പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ട്, ഇല്ലേ? ഒബ്സർവേഷൻ ഉണ്ട്. എന്നാൽ കാണുന്ന സാധനത്തിനെ കുറിച്ച് ആന്തരികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ലേ? മനനം ചെയ്യുന്നില്ലേ? കണ്ട കാര്യം തന്നെ വിവിഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതിന്റെ പതിയുന്നു, ഇമേജ് പതിയുന്നു in our brain or in the background of our eye, and that message is taken to the what do you call that, the knowing faculty centers in the brain, and then afterwards from there that software starts working over there. Input is given, and from there starts the processing, and that speculation arises. So we come to a field where there is speculation and observation both meeting. Our point, our software area and the science of the absolute. So one of the peculiarities of the science of the absolute, which we consider to be consciousness from what we have read so far, one of the peculiarity is that in its speculative or observational approach consists of taking an inside view sympathetically at the core of the situation, which is at one and the same time the subject and the object of absolutist speculation or contemplation. അപ്പോൾ ആ സയൻസ് ഓഫ് ആബ്സല്യൂട്ടിൽ ആ ലെവലില് എത്തിയ ഒരു പേഴ്സൺ, ഈച്ച് കോൺഷ്യസ് പേഴ്സണ് അവന് രണ്ടും, അവന്റെ ഒബ്സർവേഷനും അവന്റെ സ്പെക്കുലേഷനും വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു കോമൺ ഗ്രൗണ്ട് ഉള്ളിൽ ഉള്ളപ്പോ അത് ആ ഫീൽഡ് എന്താകുന്നു? ഈ ഇൻസൈഡ് പാർട്ട് ചിന്തിക്കുന്ന പാർട്ട് ബിക്കംസ് ദ സബ്ജക്ട്. പുറത്തുനിന്ന് കണ്ട സാധനമൊക്കെ ഓബ്ജക്ട്. അപ്പോൾ സബ്ജക്റ്റും ഓബ്ജക്റ്റും ആകുന്ന ഒരു മേഖലയായിട്ട് എന്തിനെ കുറിച്ച്? ദ സബ്ജക്ട് ആൻഡ് ദ ഓബ്ജക്ട് ഓഫ് ആബ്സല്യൂട്ടിസ്റ്റ് സ്പെക്കുലേഷൻ ഓർ കണ്ടംപ്ലേഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടാണ് ആ സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ടിനെ കുറിച്ച് നമുക്കൊരു കുറച്ചുകൂടി ഒരു ഇന്നർ പിക്ചർ ഇവിടെ തരുന്നത് അദ്ദേഹം. ഒരു ബ്യൂട്ടി ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഒരു സെന്റൻസ്, വൺ ഓഫ് ദി സ്പെക്യുലർ സയൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഇറ്റ്സ് സ്പെക്യുലേറ്റീവ് ഒബ്സർവേഷണൽ അപ്രോച്ച് consisting of taking an inside view sympathetically at the core of the situation. Sympathetically എന്ന് പറയുന്നത് എന്താണ് കോണ്ടെക്സ്ച്വലി മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ there is an something taking place inside, an observational approach inside എന്ന് പറയുന്നുണ്ട്. ആ observational at the same time subject and object of absolute speculation or contemplation.
അപ്പം അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഈ പറയുന്ന സ്പെക്യുലേഷൻ ആയിട്ടുള്ളതും അതേ കണക്ക് തന്നെ ഈ ഒബ്സർവേഷൻ ആയിട്ടുള്ള തിങ്സ് ആയിട്ടുള്ളതായാലും ഈ മെറ്റാഫിസിക്കൽ പ്ലെയിനിലുള്ള നടക്കുന്ന കാര്യങ്ങളെയും വീക്ഷിക്കുന്ന ഒരു ഇൻസൈഡ് പ്ലെയിൻ ഉണ്ട്. അതാണ് അതിന്റെ കോർ, where this processing takes place. The normalization of these two subject and objects, or contemplative this thing, or perceptual thing, as the words we have been using earlier. അപ്പം അത് നടക്കുന്ന ഒരു സ്ഫിയർ ഉണ്ട്. That is the sphere of the absolute. അതാണ് ഈ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞിരിക്കുന്ന ബെർഗ്സൺ അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ ടു മെറ്റാഫിസിക്സിൽ പറയുന്നുണ്ട്. അതായത് ആ ബ്രഹ്മത്തിനെ കുറിച്ച് നമ്മൾ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്നതിന്റെ കോൺഷ്യസ്നെസിന്റെ ആ ലെവൽ, അവിടെ ആ നോയിങ് ഫാക്കൽറ്റി ഓഫ് ദ കോൺഷ്യസ്നെസ്, നോയിങ് both the observation and understanding at a deeper level the inner part of that what is observed. അതായത് നമ്മൾ പിന്നീട് അതിലോട്ട് വരും. ഒബ്സർവ് ചെയ്ത കാര്യങ്ങളും അതിന് ഉള്ളിലുള്ള അതിന്റെ ഇന്നർ മീനിങ് ഇൻ ദാറ്റ്, അതോട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ രണ്ട് കാര്യവും നടക്കുന്നത് with reference to any particular situation in the external world that occurs in that realm of the absolute. പൂർണ്ണത ഉള്ള ആ ഒരു ഫുള്ളി കോൺഷ്യസ്നെസ്, അഖണ്ഡബോധത്തിന്റെ തലത്തിലാണത് നടക്കുന്നതെന്ന് ഈ ഇൻട്രൊഡക്ഷൻ ടു ഇപ്പൊ ഒരു നേരത്തെ നമ്മൾ പഠിച്ച സയന്റിസ്റ്റ് നമ്മൾ പറഞ്ഞു, അവ ഈ മാത്തമാറ്റിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഫിസിക്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ രണ്ട് ഇതൊക്കെ പറഞ്ഞു, ഈ പ്ലെയിനുകളിൽ വളരെയധികം ദീർഘദൂരം പോയി അതിന്റെ പ്യുവർ നോർമേറ്റീവ് ഫീൽഡ് വെർട്ടിക്കുലർ പ്ലെയിനിലൊക്കെ പോയ ആളുകളെ നമ്മൾ പറഞ്ഞു. അപ്പം അതില് എന്താണ് നടക്കുന്നത്, ഈ ആദ്യം ഈ ഒബ്സർവേഷൻ നടന്ന് എല്ലാം നടന്നിട്ട് അവർ അതിന്റെ ഒരു മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ പോകുന്നതാണ് ആ പ്യുവർ സയൻസിൽ പോകുന്നത്. പക്ഷേ ആ പ്യുവറിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മോർ ആ കോംപ്ലക്സ് സ്ട്രക്ചറിലേക്ക് പോയി ആ പ്യുവർ നോമിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? പരമോ ഉന്നതമായിട്ടുള്ളതിൽ എത്തണം. അല്ലെങ്കിൽ താണ ലെവലിൽ നിൽക്കുവാണെങ്കിൽ, ജീവഭാവത്തിൽ നിൽക്കുവാണെങ്കിൽ അത് പറ്റില്ല നമുക്ക്. അത് ആത്മതലത്തിൽ ഇന്നർ ബീങ് ഉണരണം അല്ലേ? അപ്പം ഇപ്പൊ കോംപ്ലക്സിറ്റിയിലേക്ക് നമ്മൾ പോയി അതിന്റെ ഫുൾ ഡിസ്കവറീസും വേറെ ഡയമെൻഷൻസും ഒക്കെ നമ്മൾ വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഇൻഫിനിറ്റ് ഓൺ ദ ഹൗസ് വന്ന് അപ്പൊ ആ ഇന്നർ ബീങ് ഉണരുമ്പോഴാണ്, അതാണ് ഈ പറയുന്ന ഈ രണ്ടും ഉണ്ട്. രണ്ടും നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും മെറ്റാഫിസിക്കലും നമ്മളത് കാണുമ്പോഴത്തേക്ക് നമുക്കത് ഈവൻ ഐൻസ്റ്റീൻ ആണെങ്കിലും ഇവരെല്ലാം മെറ്റാഫിസിക്കൽ രീതിയിൽ ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പറയുന്നുണ്ടെങ്കിലും അവിടെ ബേസിക് എവിടെയാ നിൽക്കുന്നേ? മറ്റേ അവർക്ക് മറ്റേ അവരുടെ സയന്റിഫിക് ഫീൽഡില്. അപ്പൊ അതാണ് ഇപ്പൊ ഗുരുജി നേരത്തെ ആ പറയുന്ന കണക്ക് തന്നെ അവര് ആ ജീവഭാവമാണ് കൂടുതലും നിൽക്കുന്നത്. സെൽഫ് അവിടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുവാണ്. അതാണ് അതിന്റെ ആ പ്യുവർ നോമിലേക്ക് അവർക്ക് പോകാൻ പറ്റാത്തത്. എന്നാൽ അവർ ഗ്രഹിച്ചതെല്ലാം ആ പരമ ഉന്നത ആ തലത്തിന്റെ അടുത്ത് വന്നിട്ടാണ് അവർ ഗ്രഹിച്ചതെന്നും അവർക്കൊരു അംഗീകരിക്കാൻ ഒരു പാടുണ്ടായിരുന്നു. അതാണ് അവർ അക്നോളജ് ചെയ്യാനില്ല. ബിക്കോസ് ദേ വർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് വൈ ദേ കുഡ് നോട്ട് ഗോ ഫർദർ അപ്പ് ഓൾസോ. അതാണ്, അങ്ങനെ ഉണ്ടൊരു കാര്യം. മൊത്തത്തിൽ അവര് സമ്മതിച്ചില്ല മെറ്റാഫിസിക്കൽ പാർട്ടിലോട്ട് കൂടുതൽ പോകാൻ. അവർക്ക് മറ്റേ തരത്തിൽ നിൽക്കാനായിരുന്നു. അവർക്ക് ഒരു മെറ്റാഫിസിക്കൽ പെർസെപ്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. ആബ്സല്യൂട്ട് മെറ്റാഫിസിക്കൽ പെർസെപ്ഷൻ ഇല്ല എന്നല്ല,
അവർക്ക് ആ മെറ്റാഫിസിക്കൽ പെർസെപ്ഷന് ആ തലത്തിൽ നിന്നാണ് ചെയ്യുന്നുണ്ട്, കറക്റ്റ്. പക്ഷെ അത് അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ആ 1900 അപ്പുറം പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതാണ് അതിനകത്ത് കാര്യം. കാരണം അതെന്താ പറ്റാതെന്ന് വെച്ചാൽ ആ പറയുന്ന ഗുരുജി പറഞ്ഞ കണക്ക് ആ ജീവസ്വഭാവം അല്ലെങ്കിൽ വിധാനായിട്ടുള്ള ജീവസ്വഭാവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല അവന്റെ സെൽഫ് എന്ന് പറയുന്ന ആ കൊടുമുടി വിടാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് ആ പ്യൂർ നോഷൻസിലേക്ക് വരാത്തത്. അതാണ് അദ്ദേഹം ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞോ അതോ സെക്കൻഡിൽ പോകാൻ പറ്റുമോ? അപ്പൊ ഈ കണ്ടന്റ് ആണ്, ഈ കാര്യമാണ് ബർഗ്സൺ അദ്ദേഹത്തിന്റെ ബുക്കില് പിന്നെ ഇത് ചെയ്തത്, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു മെറ്റാഫിസിക്സില് വായിച്ചത്. പിന്നെ നെക്സ്റ്റ് കമ്മിങ് ടു ദ ഇൻറ്റ്യൂഷൻ പാർട്ട്. ഇൻറ്റ്യൂഷൻ വർക്ക്സ് ബെസ്റ്റ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്. നമ്മള് ഇൻറ്റ്യൂഷനെ ബേസ് ചെയ്ത് ഒരു കാര്യം ഗ്രഹിച്ചാൽ അത് ശരിക്കുള്ള ആ ഹോൾസം പിക്ചർ നമുക്ക് തരുന്നതാണ്. അല്ലാതെ നമ്മള് പുറത്തെ മാത്രം നോക്കിക്കൊണ്ട് ഈ പുറത്തെ കണ്ണും കൊണ്ട് ഔട്ടർ ഐസും കൊണ്ട് കാണുന്നത്, നമ്മൾ എത്ര വിഷ്വൽ ആയിട്ടുള്ളത് നമുക്ക് വിഷ്വൽ രജിസ്ട്രേഷൻ നടന്നാലും അതിനകത്ത് അതിന്റെ പിന്നിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് ആ ഹോൾസം പിക്ചർ കിട്ടൂല. അതായത് ഇപ്പം പറയുന്നുണ്ട്, ഒരു കത്തീഡ്രൽ, ഫ്രാൻസിലെ ഒരു ഫേമസ് കത്തീഡ്രലിന്റെ കാര്യമാണ് പറയുന്നത്, നോത്രദാമെ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല, അത് നോക്കിയിട്ട് എനിക്ക് ആ പ്രൊനൗൺസിയേഷനും കിട്ടുന്നില്ല. അപ്പോ അതിന്റെ മീനിങ് ഇസ് ദാറ്റ് അവർ ലേഡി വെർജിൻ മദർ എന്നാണ്. അപ്പൊ അത് ആ കത്തീഡ്രൽ ടു ദിസ് ലേഡി, ടു ദ മദർ, ടു ദ വെർജിൻ മേരി, അത് അവരുടെ വെളിയിൽ നിന്ന് ഒരു മനുഷ്യൻ എത്ര ഫോട്ടോ എടുത്താലും അതിന്റെ വിഷ്വൽസ് എല്ലാം ഇമേജസ് എടുത്ത് വെച്ചാലും അതിനകത്തെ കാര്യം അറിയില്ലല്ലോ. ആ ഉള്ളിലത്തെ കാത്തീഡ്രലിന്റെ ആ ഡോം, അതിനകത്ത് എന്തെങ്കിലും ഒരു മൗസോലിയം ലൈക്ക് ആരെങ്കിലും അവിടെ പിന്നെ അവരുടെ ഒരു ഇതുണ്ടോ, somebody who is their place where they are laid to the final resting, അങ്ങനെ ഒരു സാധനം ഉണ്ടോ, അതിനകത്ത് ഇന്റീരിയേഴ്സ് പെയിന്റിങ് എത്ര ഇതുണ്ട്. അപ്പൊ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ഈ പുറത്തെ പിക്ചർ കിട്ടില്ല. അല്ലെങ്കിൽ അതിന്റെ എന്തിന്റെയും കോറിലേക്ക് നമുക്ക് പോകണമെന്ന് വെച്ചാൽ അതിന്റെ ഇന്നർ ഇതിലേക്ക് പോകണം. അപ്പൊ ഇന്നർ പാർട്ടിൽ പോയാലേ ഈ കാത്തഡ്രലിനെ കുറിച്ച് അറിയുള്ളൂ എന്ന് പറയുന്നത്. അത് ഇവൻ ഇൻ അവർ വേദാന്തയിൽ പറയുന്നത് പോലെ നമ്മൾ ഈ ബാഹ്യ ലോകത്തിൽ നിൽക്കുമ്പം ഈ ഓബ്ജക്ട്സ് മാത്രമല്ല കാണുന്നത്, ഓബ്ജക്ട്സ് ഇന്ററാക്ട് ചെയ്ത്, അതായത് ബീയിങ്സ് ഇന്ററാക്ട് ചെയ്ത് ആ ലെവൽ ഓഫ് ആ വ്യവഹാരങ്ങൾ തമ്മിലുള്ള ആ ഇന്ററാക്ഷൻ, ആ ലെവലിലും ഓൾ ദ ഹാപ്പനിങ്സ് ഇൻ ദ വേൾഡ് അറൌണ്ട് അസ്, അതെല്ലാം നമ്മൾ വിഷ്വലായിട്ട് കാണുന്നതിനെക്കാട്ട് കൂടുതൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയേണ്ടതുണ്ട്. റിഗാർഡിംഗ് ദറ്റ് individuals who are interacting, what is their level of awareness. ഇപ്പം ഈ സദ്ഗുരുവിന്റെ ഒക്കെ പറയുമ്പോഴും he uses that term inner engineer. അതെ. അപ്പം ആക്ച്വലി ഹ്യൂമൻ ബീയിങ് ഇസ് നോട്ട് എ സൂപ്പർ ദിസ് തിങ്. അതാണല്ലോ നമ്മൾ നേരത്തെ ഒക്കെ ഡിസ്കസ് ചെയ്തത്. He is only part and parcel of the creation of the absolute. He is just another instrument. അപ്പം അവരില് നടക്കുന്ന ആ ഹീസ് പ്രോഗ്രാംഡ്, ഹീസ് എ പ്രോഗ്രാംഡ് ഇൻഡിവിജ്വൽ ഓൺലി. പക്ഷെ ആ പ്രോഗ്രാമിങ്ങിന്റെ ഒരാൾക്ക് ജനിക്കുമ്പോൾ അവൻ പ്രോഗ്രാംഡ് ആയിട്ട്, that's what Hindu philosophy says. And about any person who make an introspection or a study in the metaphysical plane, he comes to an understanding that human mind or these are programmed or conditions, as various philosophers put it. Now, the inner engineering is a process wherein, or the inner this thing what Nataraja Guru is trying to say,
is wherein you go inside the computer, or you try to reprogram it, or to redevelop it to understand its shortcomings. അപ്പം ആക്ച്വലി അങ്ങനെ മാത്രമേ, അങ്ങനെ ഒരു ഇത് നടത്തുമ്പോൾ മാത്രമേ നീ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വിട്ടിരുന്നത്, നിന്റെ ഷോർട്ട് ഫോൾസ് എന്താണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലാക്കി നീ തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് ഈ അബ്സല്യൂട്ട് സ്റ്റേറ്റ് പോകുന്നത്. എവറിത്തിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് പോകണം എന്ന് ഈ വേദാന്തങ്ങളൊക്കെ പറയാൻ കാരണം അതുകൊണ്ടാണ്. അതാണ് കോറിലേക്ക് പോകണം എന്ന് പറയാനായിട്ട്. അല്ലാതെ അല്ലെങ്കിൽ യു വിൽ ബി ജസ്റ്റ് ലൈക്ക് എ പ്രോഗ്രാം ദിസ് തിങ് ടേക്കിംഗ് ഒരു റോബോട്ടിക് ലൈഫ് ആയിട്ട്. ദാറ്റ്സ് വാട്ട് വി ലീവ് ടുഡേ, അല്ലേ? അതായത് ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ജീവിക്കുമ്പോ ആ മീനിങ്ഫുൾനെസ്സും വരില്ല. The programming in which we are living, the monotonous life that we are living. അപ്പം ആ പറയുന്ന ഒരു ഈ പറയുന്ന വേദാന്തത്തിൽ പറയുന്ന വാസനകളും ബാക്കി ഓരോ കാര്യങ്ങളും വാക്കിയായാലും ഓരോ പറയുന്ന വി യൂസ് ലോട്ട് ഓഫ് ടെക്നോളജീസ് പോലെ. അപ്പൊ അതിനെ ഡെസിഫർ ചെയ്യാനുള്ളതാണ് ഈ പറയുന്ന ഇന്നർ തിങ്കിങ് ഓർ ഇന്നർ എഞ്ചിനീയറിംഗ്, മെഡിറ്റേഷൻ, വാട്ട് എവർ ഇറ്റ്. സോ ഇറ്റ് ഹാസ് ടു ടേക്ക് പ്ലേസ്. അപ്പോൾ അദ്ദേഹം ഈസ് കമ്മിങ് മോർ ടു ദാറ്റ് കോർ ഓഫ് വേദാന്തിക് ഫിലോസഫി. അതാണ് അന്തർമുഖനായിട്ട് പോകണം എന്ന് പറയുന്നത് വേദാന്തത്തിൽ. സോ വെൻ ഹി ഗോസ്, അപ്പം അത് ശരിക്കും ഗുരുജി ഇങ്ങനെ പറയുമല്ലോ, സി it's like there is a pupa stage before the butterfly evolves. There is a pupa stage involved, and he goes into a deep contemplation where that metamorphosis take place. അപ്പം അതാണ് ഈ പറയുന്ന ഈ അന്തർമുഖമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പോ അതായത് സ്പെക്കുലേഷനും ഇന്നർ റിസ്റ്റിങ്ങും ആ ഒരു ഫീൽഡിൽ ആബ്സല്യൂട്ടിന്റെ ആ അടുത്ത് ചെന്ന് ആ ലെവലിൽ നിന്നുകൊണ്ട് വേണം ആ രീതിയിൽ ചിന്തിക്കാൻ. പലതിനെ കുറിച്ച്, എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ചൊക്കെ ആ രീതിയിൽ ചിന്തിച്ചാലേ ഉള്ളൂ റിയൽ ട്രൂത്ത്സ് കിട്ടുന്നത്. റിയൽ ട്രൂത്ത്സ് കിട്ടിയിട്ട് ഓൾ ദ ഇവന്റ്സ് ഇൻ ദ ഔട്ടർ വേൾഡ്, it is you don't assign to it something, anything. You if you are antarmukhatham vannittu pupa stage internal engineering ചെയ്തിട്ട് മൈൻഡ് സൈലന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ there is no, you don't attribute anything to whatever has happened outside. You just observe it. That is the observer in you who is observing. The final registration is taking place at that inner core, that the consciousness level. Our observer, what is being observed outside, and the observation field, or in other words perceiver inside, what is being perceived, and the perception field. അത് മൂന്നും ഒന്നാവുമ്പോൾ ആണ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് അന്തർമുഖത്വം നന്നായിട്ട് വന്നിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ there is no difference between the observer and the observed. Both merges into that knowing, observing. അങ്ങനെ ഒന്നാകുന്ന ആ ഒരു അവസ്ഥ ഇപ്പോഴ് ഇതിനകത്തും പറയുന്നുണ്ട്. That is there. This need of putting the observed and observer together is now beginning to be recognized even in the relativity theory of Einstein. അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കണം. ഇനിയും അടുത്ത സെക്കൻഡ് റീഡിങ്ങിൽ അതെങ്ങനെ അത് അവിടെ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. മാർക്ക് ചെയ്ത് നമുക്കിടാം. ഹൗ ഇറ്റ് വർക്ക്സ് ഔട്ട് ഓവർ ദെയർ എന്നുള്ളത് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് അത് ക്ലിയർ ആക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ അന്തർമുഖത്വത്തിന്റെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് ആത്മവിദ്യ ബ്രഹ്മവിദ്യയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും മുമ്പുള്ള പോയ സെക്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ഡിസിപ്ലിൻസിൽ, അതായത് പല ഫീൽഡിൽ, ഫിസിക്സ് മാത്രമല്ല, മാത്സ്, അങ്ങനെ പല ഡിസിപ്ലിൻസ്, സെമാന്റിക്സ്, ഇതെല്ലാം അതിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു
ഒരു സ്ട്രക്ചറൽ, ഒരു സിംഗിൾ സ്ട്രക്ചറൽ ഹോൾ പറയുന്നുണ്ട് അവിടെ. അതാണ് ദാറ്റ് ഹോറിസോണ്ടലും വെർട്ടിക്കലും ഇല്ലേ, ആ സ്ട്രക്ചറൽ ഹോൾ, യൂണിഫൈഡ് സ്ട്രക്ചറൽ ഹോളിൽ വരുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന എന്താണ്, ഈ ഓരോ ഡിസിപ്ലിനിലും നമുക്ക് രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാകും. ഒന്ന് ഫിസിക്സ്, ഇഫ് യു ടേക്ക് ഫിസിക്സ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഒബ്ജക്ടിവിറ്റി, വൈൽ ആ ഒരു ഡിഫറൻസ് ആണ് അവിടെ ആ സ്ട്രക്ചറിൽ കാണുന്നത്. എടുത്ത് കാണിക്കുന്ന വ്യത്യാസം അതാണ്. Physics is based on objectivity, while metaphysics has its starting point in something experienced within. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ അന്തർമുഖത്വം വേണമെന്ന്. സോ സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ടിന്റെ ആ തലത്തിൽ എത്തണമെങ്കിൽ ആ ഇന്നർ എഞ്ചിനീയറിംഗ് വഴി നമ്മൾ ആ ഇന്നർ പോയിന്റിൽ ആ ഇന്നർ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവണം. ഓഫ് ദറ്റ് കോൺഷ്യസ്നെസ്, വാട്ട് ഇസ് കോൺഷ്യസ്നെസ് എന്നുള്ളത് അനുഭവിച്ച് അറിയേണ്ടതാണ്, എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഫിസിക്സ് എന്ന് പറയുമ്പം അത് ഒബ്ജക്റ്റീവ് ആണെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഒബ്സർവ്ഡ് എക്സ്പെരിമെന്റൽ കാര്യങ്ങള് ഈ ഇന്നർ എക്സ്പീരിയൻസും ആയിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ആ കോൺഷ്യസ്നെസ് ഫീൽഡ് അവിടെ ഉണ്ടായാൽ ബ്രഹ്മവിദ്യയും ആത്മവിദ്യയും ഇത് ഓപ്പൺ ഐഡന്റിഫൈഡ് ആസ് ടുഗദർ. ഇവിടെ ലൈക് സിനോണിമസ് ആയിട്ട് ഇന്ത്യൻ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റില് പറയുന്നുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് എങ്ങനെ കോൺടെംപ്ലേറ്റ് ചെയ്യാൻ പറ്റും? അതിനകത്ത് പിന്നെ നമ്മളിപ്പം പറഞ്ഞത് എക്സ്പെരിമെന്റിലും ഇന്നർ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പൊ ഇൻ ഇന്റഗ്രേറ്റഡ് ഡിസിപ്ലിൻ such as the science of, നമ്മൾ പറഞ്ഞ മറ്റേ ഡിസിപ്ലിൻ ആയിരുന്നു ഫിസിക്സ്. അപ്പോ അതല്ല, ഇൻ എൻ ഇന്റഗ്രേറ്റഡ് ഡിസിപ്ലിൻ such as the science of the absolute, it is all important that the universal observer should be imagined as taking its place at the core of a system of reference having a physical as well as metaphysical status at one and the same time. അതായത് നമ്മുടെ ഇതിനകത്ത് പറയുന്നത്, നമ്മള് ഗുരുജിയൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പം ആ ബ്രഹ്മവിദ്യ ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ട് എന്ന് പറയുന്നു. ആ ബ്രഹ്മതലം, അഖണ്ഡ ബോധം എന്ന് പറയുമ്പം അതിനകത്ത് ബാഹ്യമായിട്ട് എന്ത് സംഭവം ഉണ്ടെങ്കിലും അത് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ ഉണ്ടെന്ന് പറയത്തില്ല ഗുരുജി, അഖണ്ഡ ബോധം. അത് ആ ഒരു തലത്തിൽ വന്ന് പതിയുവാണെങ്കിൽ ആൻഡ് ഇറ്റ് ഈസ് ഐഡിയൽ, എന്നിട്ട് അതിനകത്ത് വേറെ ഒരു കലർപ്പും ഇല്ലാത്ത ഒരു ഇതാണെങ്കിൽ, അപ്പോ ആ പ്യോർ കോൺഷ്യസ്നെസ് ലെവൽ, അതായത് ഫങ്ഷണൽ കോൺഷ്യസ്നെസ്, ഫങ്ഷൻലെസ് കോൺഷ്യസ്നെസ് ലെവലിൽ എത്തിയാൽ അത് ബ്രഹ്മവിദ്യക്ക് തുല്യമാണ്. ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ഒബ്സർവർ. ദ സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ടിലാണ്. അത് ആബ്സല്യൂട്ട് എന്നുള്ള തലം ആണ് ബ്രഹ്മത്തിന്റെ തലം. അതിനെക്കുറിച്ച് അതിനെ അനുഭവിച്ചറിയുന്നതാണ് അറിയുന്ന ആ ഒരു എക്സ്പീരിയൻസ്. അതാണ് ബ്രഹ്മവിദ്യ, അത് കിട്ടുന്നത്. പക്ഷേ ദാറ്റ് ഈസ് ഓഫൻ ഐഡന്റിഫൈഡ് വിത്ത് ആത്മവിദ്യ. അതിന് പക്ഷെ നമുക്ക് അത്രയും അവിടെ വരെ, ആ ബ്രഹ്മത്തിന്റെ അത്രയും വരെ നമുക്ക് എത്താൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് ദ സെൽഫ്. ഒരു സെൽഫ് എന്ന് പറയുമ്പം, ആത്മ എന്ന് പറയുമ്പം അതിന് കലർപ്പുള്ളതാണെങ്കിൽ, അത് പ്യോർ ആത്മ അല്ലെങ്കിൽ, then it won't be equivalent to that Brahma. It will not be കലർപ്പുള്ളതാണെങ്കിൽ then what happens, അതൊരു ജീവാത്മാവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടാണ് ആ സെൽഫിലാണ് പിന്നെ കുറച്ചുകൂടെ സെൽഫ്ലെസ്നെസ് ഇല്ല. ബ്രഹ്മത്തിലുള്ള ആ സെൽഫ്ലെസ്നെസ് യൂണിവേഴ്സൽ ഒബ്സർവറിൽ ബ്രഹ്മവിദ്യ is often identified with ആത്മവിദ്യ എന്നാണ്. നോട്ട് ഓഫൻ. ഞാൻ ഗുരുജിയുടെ ഒരു ആ ഡൗട്ട് ഒന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു that it could mean a ജീവാത്മ. ഇപ്പൊ സയന്റിസ്റ്റിന്റെ തലത്തിൽ ചെല്ലുമ്പം ഇപ്പോ some people could not, they had some problem in their theories and all that.
എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് വേണം, ആ കോൺസ്റ്റന്റ് എന്താണെന്ന് അറിയത്തില്ല, ഐ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നു, ഇമാജിനറി, ഇതെല്ലാം ഉണ്ടാവത്തില്ലായിരുന്നു ഇഫ് ഇറ്റ് വാസ് ഓൾ കൺസീവ്ഡ് അറ്റ് ദിസ് ബ്രഹ്മ ലെവൽ, അബ്സല്യൂട്ട് ലെവൽ പിന്നെ വർക്ക്ഔട്ട് ചെയ്തായിരുന്നെങ്കിൽ, വിത്ത് ദ സ്പെക്കുലേഷൻ ആൻഡ് കണ്ടംപ്ലേഷൻ ഓൾ ടു പ്ലേസ് അറ്റ് ദാറ്റ് ലെവൽ. അപ്പോ അതല്ലാതെ വരുമ്പോൾ ദാറ്റ് ടൈം ദ സയൻസ് ഓഫ് ദ സെൽഫ് or the Atmavidya can also mean the knowing or the knowledge of the Atma or the Jivatma. അപ്പൊ അവിടെ അതിന്റെ നമ്മൾ പറയത്തില്ല, അഹംഭാവത്തിന്റെ കുറച്ചുണ്ടാകാം, മനസ്സിന്റെ ദ്വന്ദ്വത്തിന്റെ കുറച്ചുണ്ടാകാം. അപ്പൊ പുറത്ത് മാത്രം നിരീക്ഷിക്കുന്നവൻ, ഒബ്ജക്ടിവിറ്റിയിൽ മാത്രം നിരീക്ഷിക്കുന്നവൻ, ഫെനോമിനോളജിയിൽ മാത്രം, അതാണ് താഴോട്ട് വരുന്നുണ്ട്, ഫെനോമിനോളജിയിൽ മാത്രം ശ്രദ്ധിക്കുന്നവൻ, ഉള്ളിലുള്ളത് നിമോണോളജിയിൽ ശ്രദ്ധിക്കാത്തവൻ, അപ്പൊ അവിടെ അത് അത്രയും പക്ക ആകത്തില്ല. പക്ക ആകണമെങ്കിൽ, ആ റിസൾട്ട്സ് ഒക്കെ ശരിയാവണമെങ്കിൽ ആ ബ്രഹ്മവിദ്യ തലത്തിൽ തന്നെ നമ്മൾ എത്തണം, ഫ്രോം ആത്മവിദ്യ. സോ ദ സയൻസ് ഓഫ് ദ സെൽഫ്, വി ഹാവ് ടു ഇവോൾവ്. ദാറ്റ് എഞ്ചിനീയറിംഗ് ഷുഡ് ബി ഡൺ റീച്ച് ടു ദാറ്റ് സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ടിൽ ചെന്നെത്തിയാലേ ഉള്ളൂ ആ റിസൾട്ട്സിനൊക്കെ ഒരു പൂർണ്ണത ഉണ്ടാവുന്നത്. പിന്നെ ആ ഒരു പോയിന്റ് പറഞ്ഞിട്ട് പിന്നാണ് അവര് മറ്റേ ഇതിലോട്ട് പോകുന്നത്, ദ കോസ്മോളജിക്കൽ വേൾഡ് അബൌട്ട് അസ്. അപ്പൊ അവിടെയും നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്, ദ കോസ്മോളജിക്കൽ വേൾഡ് അബൌട്ട് അസ്. നമ്മുടെ ചുറ്റിനുമുള്ള ആ വേൾഡ്. അപ്പൊ നമ്മൾ വേൾഡ് അബൌട്ട് അസ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലേ? ആ അവയർനെസ് ലെവലിൽ നമുക്കുണ്ടാവുന്ന ചില കൺസെപ്റ്റ്സ് ഒക്കെ അല്ലേ? ഡു വി അട്രിബ്യൂട്ട് സംതിങ് ടു ഇറ്റ്? എന്തോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ? ദ കോസ്മോളജിക്കൽ വേൾഡ് അബൌട്ട് അസ് അറൌണ്ട് ദിസ് absolute self has a status somewhat similar to what modern phenomenology gives it. അപ്പോൾ മോഡേൺ സയൻസിന്റെ ആ ഫോക്കസിങ് ഫെനോമിനോളജിയിൽ ആണെങ്കിൽ, എക്സ്പെരിമെന്റൽ ഡേറ്റയിലാണെങ്കിൽ, ഒബ്ജക്ടിവിറ്റിയിൽ ആണെങ്കിൽ, എന്നാൽ ഈ ആബ്സല്യൂട്ട് സെൽഫിൽ രജിസ്റ്റർ ചെയ്യുന്ന കോസ്മോളജിക്കൽ വേൾഡിനെ കുറിച്ചുള്ള ധാരണ ഏകദേശം ഈ പറയുന്ന ഈ സയന്റിസ്റ്റില്ലേ, മോഡേൺ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവര്, അത് മാത്രം കൊടുക്കുന്നവര് ആ ഒരു തലത്തിലായിരിക്കുമെന്ന്. രണ്ട് കാര്യമുണ്ട്. ഫെനോമിനോളജി ഈസ് ദ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ, ന്യൂമോണോളജി ഈസ് ദ ഇന്റേണൽ മാനിഫെസ്റ്റേഷൻ, ഇന്റേണൽ പ്രകടമാകാത്ത ഫോം ഓഫ് ദ എക്സിസ്റ്റൻസ്. നമ്മൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ടത് ആ രണ്ട് വേർഡ് ഓർക്കുന്നുണ്ടോ? ഇവിടെ ഒരു സെക്ഷനിൽ നമ്മൾ വന്നായിരുന്നു. ന്യൂമോണോളജി ആൻഡ് ഫെനോമിനോളജി. മനസ്സിലായോ? Phenomenology is the external manifestation of that the pure existence, and pneumonology is the internal, anything to do with the internal. Cosmology around us എന്ന് പറയുമ്പോൾ that is compared to the modern phenomenology അല്ലേ? അത് എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ എന്നാണ് നമ്മൾ ഉപയോഗിച്ച പദം അല്ലേ? ഐഡന്റിക്കൽ റെപ്രസെന്റേറ്റീവ് കണ്ടന്റ്. അപ്പം ഐഡന്റിക്കലി റെപ്രസെന്റേറ്റീവ് കണ്ടന്റ് എന്ന് വെച്ചാല് അത് ഐഡന്റിക്കൽ എന്ന് പറയുന്നതിന്റെ വേർഡ് മീനിങ് പറഞ്ഞ ശരിയാ. എന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് എ വെരി you have a nice vivid picture of what is seen represented. It's more says, and further I looked into, suppose ഒരു photographic memory കണക്ക് എന്നൊക്കെ പറയാൻ പറ്റില്ല, but it is also a temporary nature. Yes. It lays there for some time, thereafter it disappears. പക്ഷെ അത് നേരെ അതുണ്ട്. അപ്പൊ അത് തന്നെ ഇപ്പൊ കോസ്മോളജി അറൗണ്ട് അസ് എന്ന് പറയുന്നത് ഞാൻ ഗുരുജി എപ്പോഴും പറയുമല്ലോ. കാരണം നിങ്ങള്
നിത്യമായ സത്യത്തെ കൂട്ടുപിടിക്കുക. കാരണം അനിത്യമായതിന് നിന്നിട്ട് കാര്യമില്ല, കാരണം അതിന് എക്സിസ്റ്റൻസ് ഇല്ല. അപ്പം അപ്പൊ ഈ കോസ്മോളജി ആൻഡ് ഫിനോമിനോളജി ആൻഡ് ദ ഐഡന്റിക്കൽ these things represent the that is the cosmos which is not real. It's not real. And nammada dharana, the world about us, the world about us, appo nammada idea aanu adu, the world about us. ade the idea of the world around us that we have created. Yes. That is correct. അതാണ് സത്യം എന്നും നിത്യമാണെന്ന് നമ്മൾ അംഗീകരിക്കാൻ നമുക്കില്ല. അങ്ങനെ ബുദ്ധിമുട്ടാണ്. കാരണം the most difficult thing when we come into spirituality in the initial phases is this thing, because is to disclaim that this is not true. That is very difficult. Our mind will never accept it. And because it is yes. Then when we say to somebody, your guru said that is nithya. See, can you deny this? Can you deny what you are seeing? The tree is there, your father is there, your mother is there, the child is there, and all this thing. Can you deny it? And what do you say? How do you answer it? You get it. അപ്പോൾ അതാണ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ടായിരിക്കാം. പക്ഷേ ഈ കാണുന്നവൻ ചത്തുപോയാൽ അവന് കോൺഷ്യസ്നസ് ലെവൽ ഇല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് അത് റിയാലിറ്റി ആയിരിക്കത്തില്ല. പോയി അവൻ ആ കോൺഷ്യസ്നസ് ലെവൽ ഇല്ലെങ്കിൽ കോൺഷ്യസ്നസ് ഓർ സ്പിരിറ്റ് ഹാസ് ഗോൺ, ഇറ്റ് ഹാസ് ബീൻ the soul left the body. ആഫ്റ്റർ ദാറ്റ് ആ ജഡവസ്തുവിന് ആ റിയാലിറ്റി കാണാൻ പറ്റുമോ? അപ്പൊ അത് റിയാലിറ്റി അല്ല അവിടെ. അപ്പോൾ ദ റിയാലിറ്റി അത് റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ആ ഒബ്ജക്ടിവിറ്റി, which does not have a reality. Once the consciousness has gone, there's no reality for it. It is it is non-existence then over there. So adinu angana oru permanency illa. It's not permanent feature. adana it is there as long as that consciousness is there. So that is the knower, the ultimate, that power in you is the ultimate. It is left up to you to come to that level and exist at that level and not go to the phenomenal world around us. പക്ഷെ അതവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. ഒറ്റത്തിൽ അത് അനുഭവിച്ചറിയുമ്പോഴുമേ ഉള്ളൂ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ. Then it talks about cosmology, psychology and theology. Centrally viewed from more peripheral. ബാഹ്യമായിട്ട് ഒരു ഷീറ്റോ അല്ലെങ്കിൽ മോർ സെൻട്രൽ ഷീറ്റ്, സംടൈംസ് കോൾഡ് കോശാസ്. ശരിയല്ലേ? ഒരു മനുഷ്യൻ എക്സിസ്റ്റ് ചെയ്യുമ്പം അവന് അന്നമയ കോശത്തിലും പ്രാണമയ കോശത്തിലും മനോമയ കോശത്തിലും നിന്നുകൊണ്ട് പുറം ലോകം വീക്ഷിച്ചാൽ അത് ഫെനോമെനോളജി തന്നെ അല്ലേ മോനെ? That's what I was also thinking. ഈ പറയുന്ന 3 വാക്കുകൾ, ഇപ്പൊ കോസ്മോളജി പറഞ്ഞു, സൈക്കോളജി പറഞ്ഞു, തിയോളജി. അപ്പൊ ഞാൻ ഐ വാസ് തിങ്കിങ് കോസ്മോളജി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രാണമയം ഇതാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? സൈക്കോളജി, മനോമയം, അങ്ങനെ ഒരു ഇത് കൊടുക്കാം. ഒരു കാര്യം പറയാം. കോസ്മോളജി എന്ന് പറയുമ്പോൾ കോസ്മോസിന്റെ ഗ്രഹങ്ങളും അതിനകത്തെ ജീവജാലങ്ങളും all those are made up of panchabhutas. That is from the annamaya kosha they get it. Ille? From the annam they get it. And they also should have air, pranamaya kosham, and energy also they should have, all the existing ones. And then afterwards മനോമയ കോശം, അത് മനുഷ്യനാണ്, ലിവിങ് ബീയിങ്സിനാണ് കുറച്ച് കൂടുതലുള്ളത്. മറ്റേ ചേതന വസ്തു ഒട്ടും ഇല്ലെന്നല്ല, ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ 3 ആ കോസ്മോളജിക്കൽ വേൾഡ് ഈ 3 തലത്തിൽ നമുക്ക് ചിന്തിക്കാം. തിയോളജി നമുക്ക് കോശങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് വരുവാണ്.
അതെ അതെ. അത് മാത്രമല്ല, ഈ 3 സംഗതികളും ഈ പല തലത്തിൽ നിന്ന് വീക്ഷിക്കാം. Man's existence at different levels. If he is at the mind level, if he is at the body level, he will never even know that he has a mind. But at least if he is at the mind level, and you won't even know that he has a mind even that time. Only when it comes through internal engineering and he develops in the vertical axis and he comes to that conscious, somewhere close to the consciousness level, will he know that he has a mind also. That is matter. Otherwise he will be fully associated with matter, because ബാഹ്യ ലോകം ആ മാറ്റർ ആണ് സത്യം അവന്റെ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ കുറച്ചുകൂടി ഇവോൾവ് ചെയ്ത് വരുമ്പോൾ മാറ്ററും മൈൻഡും പിന്നെ കമ്പൈൻ ചെയ്യുന്ന ഒരു മേഖല ഉണ്ട്. ഒത്തുകൂടി അതെ സൈഡ് ബൈ സൈഡ് നിലനിൽക്കാൻ പറ്റുന്ന ഒരു റെൽം ഉണ്ട്. അതാണ് ആ കോൺഷ്യസ്നെസ് ലെവൽ, അല്ലെങ്കിൽ ആബ്സല്യൂട്ടിന്റെ ആ ഒരു ആബ്സല്യൂട്ട്നെസ്സിൽ ചെന്നെത്തിയാൽ. അപ്പോ ഈ കോസ്മോളജി എന്ന് പറയുന്നത് ഈ ഔട്ടർ വേൾഡിലുള്ള എല്ലാ സംഭവവും, പിന്നെ സൈക്കോളജി എന്ന് പറയും കുറച്ചുകൂടി ഇന്നറാണ്, അല്ലേ? പറയുന്നതൊക്കെ നമുക്കത് പറയുന്ന കോസ്മോളജി അത് അന്നമയ കോശത്തിൽ നിൽക്കും, സൈക്കോളജി മനോമയ കോശത്തിലേക്ക്. അപ്പൊ ഈ തിയോളജി ആനന്ദമയ കോശമായിട്ട് എടുക്കാൻ പറ്റുമോ? അത് ആ തലത്തിലോട്ട് പോകണമെങ്കിൽ ഇന്നർ ഷീറ്റ്, സെൻട്രൽ ഷീറ്റ് എന്താ പോകണം? വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശം. വിജ്ഞാനമയ കോശത്തിലോട്ട് പോകണം. തിയോളജി വിജ്ഞാനമയ കോശമായിരിക്കും, ആനന്ദമയ കോശം കൊണ്ടുവരണ്ട ഇതിനകത്ത്. അത് വരത്തില്ല, അതന്നെ അത്രയും വരത്തില്ല. തിയോളജി അല്ലെങ്കിൽ അതുപോലെ തിയോളജിസ്റ്റ് ഉണ്ടാവണം. അതെ അതെ അതെ. ആനന്ദമയത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. Structurally conceived, we can think of science of the absolute, which has, according to Eddington, a conceptual and therefore a mathematical status only. അപ്പൊ എഡിങ്ടന്റെ പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, കൺസെപ്ച്വൽ ആൻഡ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റസ് ഓൺലി. Even physical science is at present recognized to belong to the world of verbal description. അപ്പം ഇത് പറയുന്നത് അപ്പൊ ഒരു കൺസെപ്ച്വലി എഡിങ്ടന്റെ ഇതിലുള്ളൂ, അപ്പൊ അത് മാത്തമാറ്റിക്കലേ ഉള്ളൂ എന്നാണ് അവര് പറയുന്നത്, അല്ലെ? എഡിങ്ടന്റെ ഫിസിക്കൽ സയൻസ് is at present recognized to belong to the world of verbal description. Whether through algebraic symbols or visible geometrical structural frames. അപ്പൊ അതും ഫിസിക്കൽ സയൻസ് ആയാലും ഡിസ്ക്രിപ്റ്റീവ് ആണ്, അല്ലേ? ഈവൻ ദോ ഇറ്റ് വാസ് ഡെമോൺസ്ട്രേറ്റഡ് ദിസ് തിങ്. It's now the more conceptual ആണ്. It's now the concept that matters in the latest development of the quantum and relativity theories. അത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. Thus, it is natural for us to think of the pure world of discourse having merely a schematic status. The foregoing sections have been directed to the justification of such a schematic view of absolute reality. Okay. അപ്പൊ ആ സ്കീമായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഈ വരച്ച് സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ഇറ്റ് ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്, അത് ആബ്സല്യൂട്ട് റിയാലിറ്റിയെ അവിടെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ടല്ലോ. ആ ക്രോസ് ആയിട്ട് നമ്മൾ എഴുതുമ്പം ദാറ്റ് ഈസ് വെർട്ടിക്കൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, മുകളിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒമേഗ പോയിന്റിൽ പോകുന്നത്, അങ്ങോട്ട് പോകുമ്പോൾ കോൺസെപ്ച്വൽ പാർട്ട് ഇസ് ഇൻക്രീസിങ്. ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഹാസൻ ഗോൺ ടു ദ ഒമേഗ പോയിന്റ്. അതിന് ഉള്ളിൽ നിൽക്കുന്നതായിരിക്കും ഈ മാത്തമാറ്റിക്കലും കൺസെപ്ച്വലും ഒന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഓൺലി ദാറ്റ് ഇറ്റ് ഈസ് ഓഫ് എ സ്കീമാറ്റിക് സ്റ്റാറ്റസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്യുവർ വേൾഡ് ഉള്ളിൽ നടക്കുന്ന ആ ഡിസ്കോഴ്സ്, ആ ഉള്ളിലുള്ള നമ്മുടെ സ്പെക്കുലേഷനും മറ്റേ അബ്സ്ട്രാക്ഷനോ ജനറലൈസേഷനോ എന്തൊക്കെയാണോ വരുന്നത്, അതെല്ലാം എവിടാണ് അത് ഒക്കെ സ്ട്രക്ചറലി റിപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതിനു മുമ്പേ ഒക്കെ ഇറ്റ് ഹാസ് എ സ്കീമാറ്റിക് സ്റ്റാറ്റസ് എന്നുള്ളതാണ്. പിന്നെ ദ പോസിബിലിറ്റി ഓഫ് പ്ലേസിംഗ് വൺസെൽഫ്. ഇന്ന് നമുക്ക് ഇതിനെ നിർത്താമോ? ഓക്കെ. പിന്നെ നാളെ നമുക്ക് ഓക്കെ. We humbly bow and surrender
all and ever pervading pervading of effulgence of the absolute. love, Love, bliss. Very I